മഹാദേവ, എനിക്ക് ഈ ജീവിതം മടുത്തു. എന്റെ ഭർത്താവ് കൂടെ ഇല്ലാത്ത ഒരു നിമിഷം പോലും എനിക്കിനി ഈ ജീവിതം വേണ്ട. എന്റെ ഭർത്താവിന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് എന്റെ ജീവനും വേണ്ട. എന്റെ ജീവിതം ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അഴകി, അഴകി, നീ ചാവാൻ പോവണോ? മാറ്, എന്നെ അങ്ങേക്ക് വേണ്ടല്ലോ. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു. നിന്നെ ഞാൻ തെറ്റുകാരിയായി കണ്ടു. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം ബോധ്യായി. അഴകി, മാപ്പ്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എന്നിട്ട് എന്നെ ഇറക്കി വിട്ടു. നീ പാല് ചൊരിഞ്ഞത് എവിടെയാണെന്ന് ഞാൻ കണ്ടു. നിന്റെ ദൈവത്തിനെ ഞാൻ കണ്ടു. ഞാൻ അവിടുന്ന് വരുന്നേ. വഴിയിൽ ഒരു യോഗിനിയെയും ഞാൻ കണ്ടു. അവരാണ് എന്നെ കണ്ണു തുറപ്പിച്ചത്. എന്നെ അവിടെ എത്തിച്ചതും അവര് തന്നെയാ. അത് സാക്ഷാൽ പരമേശ്വരനാ, പാർവതി ദേവിയും. അതെ, നിന്റെ ഭക്തിയാണ് എന്നെയും നിന്നെയും കാത്തത്. എനിക്ക് നിന്നെ ഒരു സംശയവുമില്ല. അഴകി, നീ എന്റെ പെണ്ണ, എന്റെ മാത്രം. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നിന്റെ പരമേശ്വരൻ, നിന്റെ ദൈവം, നീ നിത്യേന അഭിഷേകം നടത്തുന്ന ദൈവം. എത്ര തന്നെ പരീക്ഷിച്ചാലും അവസാനം മഹാദേവൻ കണ്ണു തുറക്കും. മഹാദേവ, അടിയന്റെ തെറ്റുകൾ പൊറുക്കണേ. അടിയൻ ഇനി അഴകിയെ ഒരു കാലത്തും വേദനിപ്പിക്കില്ല. ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കില്ല. അഴകി, നിന്റെ ദൈവത്തെ പൂജിച്ചോളൂ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ, ഏതെല്ലാം രൂപത്തിൽ എന്റെ മുന്നിൽ വന്നു. എത്രയോ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. കാത്തോണേ മഹാദേവ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. പരപുരുഷ സംസർഗത്തിന്റെ പേരിൽ പുറത്താക്കിയവളെ തിരിച്ചു കൊണ്ടുവന്നതായി തെറ്റ്. അതിന്റെ കൂടെ പൂജ നടത്തുക കൂടി ചെയ്താലോ? എന്താ ശിക്ഷയെന്ന് അറിയോ തേയ്ക്ക്? കൊല്ലണം തമ്പുരാട്ടി. ദേവാദി ദേവകളെ മുഴുവൻ അപമാനിച്ചിരിക്കുകയല്ലേ. അതിൽ കുറഞ്ഞ എന്ത് ശിക്ഷയാ കൊടുക്കുന്നത്? അഹങ്കാരിയാണിവൾ, കടുത്ത അഹങ്കാരി. പൂജ ചെയ്ത ശുഗനും അഴകിയും ചാകേണ്ടവർ തന്നെയാണ്. തമ്പുരാട്ടി, വേണ്ട. നാട്ടാചാരങ്ങൾ ലംഘിക്കുന്ന ആരെയും വെറുതെ വിടാൻ സാധിക്കില്ല. തേയ്ക്കും തേയുടെ മകനും മരുമകൾക്കുള്ള ശിക്ഷ ഇന്ന് തന്നെ നടക്കണം. മാപ്പാക്കണം തമ്പുരാട്ടി. മാപ്പോ? ദൈവങ്ങളെ തൊട്ടതിനും പൂജ നടത്തിയതിനും മാപ്പോ? നിന്റെ മരുമകൾ നിന്റെ കുടുംബത്തിനെ ഇല്ലായ്മ ചെയ്യാൻ കാരണക്കാരിയായിരിക്കുന്നു. വധശിക്ഷയിൽ കുറഞ്ഞത് ഒന്നുമില്ല നിങ്ങൾക്ക്. തമ്പുരാട്ടി, തമ്പുരാട്ടി പറയുന്നത് എന്തു വേണമെങ്കിലും ഞാൻ അനുസരിക്കാം. കൊല്ലരുത്. ശരി, നാം പറഞ്ഞത് പലതും നീ അനുസരിച്ചിട്ടുണ്ട്. തേയുടെ അപേക്ഷ ചെവി കൊള്ളാതിരിക്കുന്നത് ശരിയല്ലല്ലോ. 3 പേർക്കും ഒരുമിച്ച് വധശിക്ഷ എന്നുള്ളത് നാം ഇളവ് ചെയ്യാം. പക്ഷേ ഒരാൾ മരിക്കണം. മകനും മരുമകൾക്കും വേണ്ടി നീ മരിക്കാൻ തയ്യാറാണോ തേയി?
അടിയനെ ജീവിച്ചു കൊതി തീർന്നിട്ടില്ല തമ്പുരാട്ടി. അടിയനെ കൊല്ലരുത്. എങ്കിൽ തെറ്റിന് കൂട്ടുനിന്ന നിന്റെ മകനെ തൂക്കിലേറ്റ. അയ്യോ, എന്റെ മകൻ, അവനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും തമ്പുരാട്ടി? അവനെ ഒന്നും ചെയ്യരുതേ. അപ്പൊ പിന്നെ ശേഷിക്കുന്നത് നിന്റെ മരുമകൾ മാത്രമാണ്. നിന്റെയും നിന്റെ മകന്റെയും ജീവൻ രക്ഷിക്കാൻ, അവളുടെ ജീവൻ എടുക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണോ? തയ്യാറാണ് തമ്പുരാട്ടി. ഇത് മഹാദേവന്റെ പ്രസാദമാണെന്നും പറഞ്ഞ് നീ അവളെ ഊട്ടിക്കണം. അതോടെ അവളുടെ കഥ കഴിയും. നീയും നിന്റെ മകനും എന്നേക്കുമായി ശിക്ഷയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. മുൻപ് പരാജയപ്പെട്ടതുപോലെ ഇത്തവണയും നീ പരാജയപ്പെട്ടാൽ ഓർത്തോളൂ, മരണം നിനക്കും നിന്റെ മകനും ഒരുമിച്ച് നടക്കും. ഇല്ല തമ്പുരാട്ടി, ഇത് ഞാൻ അവളെ കൊണ്ട് തീറ്റിച്ചോളാം. എനിക്കും എന്റെ മോനും ജീവിക്കണം. എങ്കിൽ ചെല്ല്, അവള് ചത്തു വിറങ്ങലിച്ച് കിടക്കുമ്പോൾ മാത്രം ഇനി തേയ്ക്ക് എന്റെ മുമ്പിൽ വരാം. താഴ്ന്ന ജാതിക്കാരൻ ദേവനെ തൊട്ടത് പുറം ലോകം അറിയുകയില്ല, ശത്രുവിനെ നിഗ്രഹിക്കുകയും ചെയ്യാം. തമ്പുരാട്ടിയുടെ ബുദ്ധി അപാരം. ഇതോടെ അവളുടെ കഥ കഴിയും. ഒന്നുകിൽ രഹസ്യമായി തേയ് അവളെ കൊല്ലും, അല്ലെങ്കിൽ പരസ്യ വിചാരണയിലൂടെ മൂന്നെണ്ണത്തിനെയും ഞാൻ കൊല്ലും. ഒരു വശത്ത് അസുരഗണങ്ങളും മറുവശത്ത് ദേവഗണങ്ങളും നിന്ന് പാലാഴി മഥനം ആരംഭിച്ചു. പാലാഴി മഥനം പുരോഗമിക്കും തോറും അതിൽ നിന്ന് വിശിഷ്ടമായ ഒരുപാട് വസ്തുക്കൾ ഉയർന്നു വന്നു. രത്നങ്ങളും പവിഴങ്ങളും കുതിരകളും ആനകളും അങ്ങനെ 100,000 കൂട്ടം കാര്യങ്ങൾ. അതെല്ലാം ദേവന്മാരും അസുരന്മാരും കൂടി പങ്കിട്ടെടുത്തു. എന്നിട്ട് അമൃതകുംഭത്തിന് വേണ്ടിയുള്ള മഥനം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് അതിനിടയിൽ വലിയൊരു തടസ്സമുണ്ടായി. എന്നുവെച്ചാൽ ഈ ഭൂമിയെ ഒന്നാകെ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു തടസ്സം. അതെന്താ മുത്തശ്ശി? അതോ മന്ദരപർവ്വതത്തെ കടക്കോലായും വാസുകിയെ കയറുമായിട്ടായിരുന്നല്ലോ മഥനം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ മുന്നോട്ടു പോകുന്ന അവസ്ഥയിൽ പെട്ടെന്ന് വാസുകീനാഗത്തിന്റെ വായിൽ നിന്നും കാളകൂട വിഷം പുറത്തേക്ക് വമിച്ചു. അങ്ങനെ കാളകൂട വിഷം ഭൂമിയിൽ തൊട്ടാൽ ഭൂമി അതോടെ ചാമ്പലാകും. അയ്യോ, ഉടൻ തന്നെ ദേവന്മാർ കൂടി ആലോചിച്ചു. ഈ ഉഗ്രവിഷം താങ്ങാൻ ആരെക്കൊണ്ട് സാധിക്കും എന്ന ചിന്തയായി. അവസാനം അവരെല്ലാവരും കൂടി ഒരു നിഗമനത്തിലെത്തി. ഭഗവാൻ പരമശിവനെ കൊണ്ട് മാത്രമേ ഈ ആപത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ സാധിക്കൂ. ദേവഗണങ്ങൾ മുഴുവൻ ഭഗവാന്റെ കാലിൽ വീണ് അപേക്ഷിച്ചു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്നവനല്ലല്ലോ മഹാദേവൻ. ഓം നമഃ ശിവായ. അദ്ദേഹം കാളകൂട വിഷം തന്റെ കൈവെള്ളയിൽ വാങ്ങി അത് പാനം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ശിവഭഗ്നിയായ പാർവതീദേവി അതിലൊരാപത്ത് കണ്ടു. ഇത്രയും ഉഗ്രവിഷം ശിവഭഗവാന്റെ ഉള്ളിലേക്ക് ചെന്നാൽ അത് അദ്ദേഹത്തെ ഇല്ലാതാക്കുമെന്ന് പാർവതീദേവി മനസ്സിലാക്കി. എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? എന്താ? ഭഗവാൻ വിഷം മുഴുവൻ കുടിച്ചു തീർക്കുന്നതിന് മുമ്പ് പാർവതീദേവി തന്റെ കൈകൾ കൊണ്ട് ഭഗവാന്റെ കണ്ഠത്തിൽ മുറുകെ പിടിച്ച് തടസ്സമുണ്ടാക്കി. പാർവതീദേവിയുടെ കൈവിടാതെയുള്ള ആ പിടിയിൽ കാളകൂട വിഷം ഭഗവാന്റെ തൊണ്ടയിൽ ഉറച്ചു. അവിടെ നീല നിറത്തിൽ ഒരു പാടുണ്ടായി. അന്നു മുതലാണ് ഭഗവാൻ ശ്രീനീലകണ്ഠനായത്. ഓം നമഃ ശിവായ. അതാണ് ഭഗവാന്റെ ചൈതന്യം.
തന്റെ പ്രജകളായ പ്രജകൾക്കാർക്കും ദോഷം വരാതിരിക്കാൻ ഭഗവാൻ ഏതു ഉഗ്രവിഷവും പ്രസാദമായി സ്വീകരിക്കും. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ആ മോളെ, നീ എവിടെ പോയതാ? ഒന്നുമില്ല അമ്മേ, വെറുതെ. കള്ളം പറയണ്ട. നീ നിന്റെ ഭഗവാനെ കാണാൻ പോയതല്ലേ? എല്ലാം ശുഗൻ എന്നോട് പറഞ്ഞു. പരമേശ്വരന്റെ അനുഗ്രഹമുള്ള നിന്നെ ചീത്തവാക്ക് പറഞ്ഞത് തന്നെ തെറ്റ്. എന്നോട് ക്ഷമിക്കണേ. അയ്യോ, മറ്റുള്ളവര് പറയുന്ന കേട്ട് അമ്മ എന്നെ കുറ്റപ്പെടുത്തിയെന്നല്ലേ ഉള്ളൂ. എനിക്ക് പരാതിയൊന്നുമില്ല. അമ്മ നിനക്കൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? വാ. ഇതെവിടുന്ന് കിട്ടി? പുല്ലരിയാൻ ചെന്നപ്പോ ഒരു കൂട്ടം ആൾക്കാര് നടന്നു വരുന്നു. ചോദിച്ചപ്പോ അക്കരക്കാവിലെ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞു വരുന്ന അത്രേ. എന്നാ ഇത്തിരി പ്രസാദം തരുമെന്ന് ഞാൻ ചോദിച്ചു. വിജയക്കാർക്ക് തരില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ അവരുടെ പിന്നാലെ പോയി. എനിക്കൊരു മരുമോളുണ്ട്, അവൾ ഒരു ശിവഭക്തയാണ്, ഇത്തിരി പ്രസാദം കിട്ടിയ സന്തോഷമാവൂന്ന് പറഞ്ഞ് കരഞ്ഞ് അവരുടെ കാല് പിടിച്ചു. കഴിച്ചോ? എനിക്ക് വേണ്ടി അമ്മ ഇത്രയും ബുദ്ധിമുട്ടിയോ? നീ ദൈവത്തിനെ തൊട്ട പെണ്ണല്ലേ. നിനക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യാൻ പറ്റിയ അമ്മയുടെ തെറ്റിന് മാപ്പുണ്ടാവും. കഴിക്കും മോളെ. കഴിക്കാം. ഇപ്പൊ തന്നെ കഴിക്കണം. കഴിക്കാം. അമ്മയ്ക്കത് കാണുകയും വേണം. എങ്ങനെയുണ്ട്? അമൃതിന്റെ രുചി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോ ഇതായിരിക്കും. അമ്മ കഴിക്കുന്നില്ലേ? എന്താ അമ്മേ? അമ്മ കഴിക്കുന്നില്ലേന്ന്? വേണ്ട മോളെ, മഹാദേവന്റെ പ്രസാദം നിനക്ക് മാത്രമുള്ളതാ. അമ്മയ്ക്ക് അതാണ് സന്തോഷം. മുറ്റ അടിച്ചു കഴിഞ്ഞില്ല, ഞാനതൊന്ന് തീർത്തോട്ടെ. മോള് കഴിച്ചോ? തമ്പുരാട്ടി, പാല്. മാലിനി, തേയി ഇപ്പോ അതവൾക്ക് കൊടുത്തു കാണും അല്ലേ? കൊടുത്തു കാണും. ജീവിക്കാൻ കൊതിയുണ്ടെന്നല്ലേ അവര് മംഗലത്തമ്മയോട് പറഞ്ഞത്. നാളെ നേരം വെളുപ്പിക്കില്ല അവള്. തേയിയുടെ കുടിലിൽ ഒരുത്തി ചത്തുമലച്ചൂന്ന് കേട്ടാ ഒരു മൃഗത്തിനെ കുഴിച്ചു മൂടുന്നത് പോലെ അതങ്ങ് മൂടാ. അവള് ചത്തു കഴിഞ്ഞ ആ ശിവലിംഗം എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? തൊട്ടശുദ്ധമാക്കിയ ഒരു ദേവസാന്നിധ്യം ഈ നാടിന് ആവശ്യമില്ല. അതങ്ങ് മണ്ണിട്ട് മൂടണം, എന്നേക്കുമായി. ചെയ്യാം. ആരും കാണാത്ത വിധത്തിൽ. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. ചെയ്യാം. അവളെ രക്ഷിക്കാനുള്ള ഏത് ശക്തിക്കും മേലെയാണ് തേയിയുടെ ആർത്തി. അഴകിയെ കൊല്ലുന്നത് എന്റെ വൈരാഗ്യമല്ല, തേയിയുടെ ആർത്തിയാണ്. എന്താ മോളെ? വല്ലാത്ത ക്ഷീണം തോന്നുന്നു. തലകറക്കമുണ്ട്. അയ്യോ, എന്തു പറ്റി? അറിയില്ലമ്മ, കുഴഞ്ഞു പോകുന്ന പോലെ. വെയിലത്ത് നടന്നു വന്നിട്ടാവും. കുറച്ചു നേരം അകത്ത് പോയി കിടന്നു, എല്ലാം ശരിയാവും. വാ.
എനിക്ക് എന്താ പറ്റിയതമ്മ? ഒന്നുമില്ല. ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോ എല്ലാ ക്ഷീണവും മാറും. മോള് കിടന്നു. വേണ്ട, ഉറങ്ങിപ്പോയാ അദ്ദേഹം അവൻ വരുമ്പോ അമ്മ മോളെ വിളിച്ചോളാം. ക്ഷീണം മാറട്ടെ. ഭഗവാനെ പൂജിക്കാൻ പോകേണ്ടതല്ലേ? പോണം. അപ്പൊ ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ ഇരിക്കണം. ഉറങ്ങിക്കും. ഇനി നിനക്ക് അധികം ആയുസില്ല. ഇത് ചിലപ്പോ നിന്റെ അവസാനത്തെ ഉറക്കമായിരിക്കും. മംഗലത്തമ്മയുടെ പ്രസാദം ഫലിച്ചു. തമ്പുരാട്ടി, 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 ഒന്ന് വേഗം വരണേ. തമ്പുരാട്ടി, 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 തമ്പുരാട്ടി. എന്താ? ഗോശാലയിൽ ഒരു സംഭവം ഉണ്ടായി തമ്പുരാട്ടി. എന്ത് സംഭവം? എന്തോ കണ്ട് പേടിച്ച പോലെ പശുക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. 3-4 എണ്ണം നിലത്ത് കിടന്ന് പിടയ്ക്കുക തമ്പുരാട്ടി. 2 എണ്ണം ചത്തു തമ്പുരാട്ടി. എന്താ ചെയ്യേണ്ടത്? ഗോശാലയിലെ ജോലി എനിക്കാണോ നിശ്ചയം? കാരണം എന്താണെന്ന് ആദ്യം കണ്ടെത്തൂ. ഗോക്കളെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കൂ. തമ്പുരാട്ടി, തമ്പുരാട്ടി, പാചകപുരയിൽ എന്തോ പ്രശ്നം. അടുപ്പത്ത് വെച്ച കലങ്ങളിൽ മുഴുവനും എന്തൊക്കെയോ കലങ്ങി മറിയുന്നു. വല്ലാത്ത ദുർഗന്ധവും വമിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ ജോലി ചെയ്യാൻ ആർക്കും കഴിയില്ലെന്നുണ്ടോ? നമുക്കിതൊന്നും കേൾക്കാൻ സമയമില്ല. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യുക. തമ്പുരാട്ടി, ഇതെന്തിന്റെയെങ്കിലും സൂചനയാണോ? എന്തു സൂചന? ഇതിനു മുമ്പും അഴകിയെ ശിക്ഷിക്കാൻ ശ്രമിച്ചപ്പോ അഴകിയുടെ പുരാണം ഇനി നമുക്ക് കേൾക്കണ്ട. ഇതല്ല, ഇതിനപ്പുറമുള്ള ലക്ഷണങ്ങൾ വ്യാഖ്യാനിച്ചാലും അവളുടെ കാര്യത്തിൽ എന്റെ വിധിക്ക് മാറ്റമുണ്ടാവില്ല. ഇന്ന് അവൾക്ക് മരണം സംഭവിച്ചേ പറ്റൂ. അഴകി, 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 നീ എന്താ ഇന്ന് ഇത്ര പെട്ടെന്ന് ഉറക്കായോ? അഴകി, അഴകി, എന്തേ നീ ഇന്ന് കാത്തു നിൽക്കാത്തത്? വല്ലാത്ത തളർച്ച. എന്താ ക്ഷീണം? 3-4 തവണ ഛർദിക്കുകയും ചെയ്തു. ക്ഷീണവും തളർച്ചയും ഛർദി എന്നൊക്കെ പറയുമ്പോ നമ്മൾ കാത്തിരിക്കുന്നത് നടക്കാറായോ? അതായിരിക്കും അഴകി, നമ്മുടെ കുഞ്ഞിന്റെ വരവായിരിക്കൂ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അല്ലാതെ ഇതിപ്പോ എന്താ ഇത്? ദൈവമേ, അങ്ങനെ തന്നെ ആയിരിക്കണേ. അമ്മേ, അഴകിയുടെ ക്ഷീണവും തളർച്ചയും അമ്മ അറിഞ്ഞില്ലേ? അമ്മ എന്റെ അടുത്ത് തന്നെ ഇരിക്കായിരുന്നു. അമ്മയാ തലോടി തലോടി എന്നെ ഉറക്കിയത്. അമ്മയുടെ ആഗ്രഹം നടപ്പാവും തന്നെയാ തോന്നുന്നത് അമ്മേ. അമ്മ പറയാറില്ലേ ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന്? അഴകി അതിനുള്ള തയ്യാറെടുപ്പില്ല. ക്ഷീണം കണ്ടപ്പോ ഞാനത് ഉറപ്പിച്ചു. അവള് കിടന്നോട്ടെ. വേണ്ടമ്മേ, ഞാൻ എണീക്ക. അവിടെ അടങ്ങി കിടന്നാ മതി. ചെയ്യാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മയ്ക്കിപ്പോ വല്ലാത്ത സ്നേഹം. ഇങ്ങനൊരു കാര്യം അറിഞ്ഞാ ആർക്കാ പെണ്ണെ നിന്നോട് സ്നേഹം തോന്നാത്ത? ആ, ഒരു കാര്യം ചെയ്യ്, കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോ. വേണ്ട.
ഇങ്ങോട്ട് എന്റെ മടിയിലേക്ക് കിടന്നു, എന്നിട്ട് ഉറങ്ങിക്കും. ഇനി മുതൽ നമ്മുടെ സ്വപ്നങ്ങളില് നമ്മുടെ കുഞ്ഞുകൂടിയുണ്ട്, അല്ലേ അഴകി? എന്താ തമ്പുരാട്ടി? നീ ആ കണ്ണാടിയിലേക്ക് നോക്ക്, ചെന്ന് നോക്ക്. എന്താ തമ്പുരാട്ടി? എന്താ കാണുന്നത്? എന്റെ രൂപം. അല്ല, വേറെ പല രൂപങ്ങളും ഞാൻ കണ്ടു. നോക്ക്. എന്താ തമ്പുരാട്ടി നിലവിളിച്ചത്? നീ ചെന്ന് ആ കണ്ണാടി നോക്കിയേ. ഇപ്പൊ നീ എന്താ കണ്ടത്? ഞാൻ എന്നെ തന്നെയാ കണ്ടത്. ഇല്ല, ഞാൻ വ്യക്തമായി കണ്ടതാ. അശുഭങ്ങൾ വന്നത് തമ്പുരാട്ടിയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരിക്കുന്നു. അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നതെല്ലാം. തമ്പുരാട്ടി തേയെ വിളിപ്പിക്കണോ? അഴകിയെ കൊല്ലുന്നത് വേണ്ടാന്ന് വയ്പ്പിക്കണോ? അഴകിക്ക് പകരം നിനക്ക് ചാകണമെന്നുണ്ടോ? അവളുടെ അച്ഛൻ മാടന്റെയും മറുതയുടെയും ഉപാസകനല്ലേ? ചില രൂപങ്ങളൊക്കെ വരും, പക്ഷേ നാട്ടധികാരിയായ എന്നെ തൊടില്ല. രണ്ടുപേരും എന്റെ ഇടം വലം തന്നെ ഉണ്ടാവണം. അവളും മരിച്ചുവെന്ന് തേയി വന്നു പറയുന്നത് വരെ.